ഇതില്ല, ഇത് ഷോർട്ട് ഫിലിമാണ്. ലൈക്ക് ഇത്തിരി കുറഞ്ഞ പോലെ തോന്നി. എനിക്ക് കുറച്ച് ദീർഘമായിട്ട് കാണാനുള്ള ഒരു ആഗ്രഹം തോന്നി. കാരണം വളരെ ഹൃദയസ്പർശിയായ ഒരു ജീവിതം തന്നെയാണ്. വെറും ഒരു സാങ്കല്പികതയ്ക്കപ്പുറം ചില ജീവിതത്തിൽ നിന്ന് നടത്തിയെടുത്ത ചില കാര്യങ്ങളൊക്കെ മുഹൂർത്തങ്ങളൊക്കെ ഈ സിനിമയിൽ നമുക്കറിയാം. പേര് അതിജീവിതം എന്നുള്ളതാണ്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു യൂട്യൂബിലൊക്കെ ഇനി റിലീസ് ആവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല, അവരോട് ചോദിക്കണം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇനി തിയേറ്ററുകൾ ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. അതായത് പെൺകുട്ടികൾ എങ്ങനെയാണ് ഒരു ആളിൽ ഇങ്ങനെ വശംവദയായി അയാളെ വിശ്വസിച്ച് വീണ് പോകുന്നത്, അതിനുശേഷം എന്താണ് ആ പെൺകുട്ടികൾക്ക് സംഭവിക്കുന്നത്, അത് പലപ്പോഴും ജനങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. അത് ചെന്നതല്ലേ, കിടന്നു കൊടുത്തതല്ലേ എന്നൊക്കെ ചില പദപ്രയോഗങ്ങൾ വരെ ആളുകൾ ഉപയോഗിക്കും. പക്ഷെ എങ്ങനെയാണ് ആ പെൺകുട്ടികൾ സൈക്കോളജിക്കലി ഒരു പുരുഷൻ്റെ അടുത്ത് വീണ് പോകുന്നതെന്നും അവൾ ചതിക്കപ്പെടുന്നതെന്നുമുള്ളതിൻ്റെ ഒരു നേർചിത്രം ഒരു സിനിമയായിട്ടൊരു തിയേറ്ററിൽ വരുമ്പോൾ പല പെൺകുട്ടികളും അനുഭവിക്കുന്ന വേദനകൾ എന്താണ് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് സിനിമയിൽ അറിയാൻ പറ്റും. അപ്പോൾ കുറച്ച് സീരിയസ്ലി കാണേണ്ട ഒരു മൂവി തന്നെ, ഒരു ചെറിയ മൂവിയാണ്, പക്ഷേ ആസ്വാദനകരമായിട്ടുള്ള നല്ലൊരു മൂവിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അതിജീവിതം എന്ന ഈ മൂവി, അതിൻ്റെ ടൈറ്റിൽ തന്നെ അങ്ങനെ അതിജീവിതം. അപ്പോൾ അതിജീവിതം എന്ന ഈ മൂവി എല്ലാവരും കാണണമെന്ന് അഭിപ്രായപ്പെടുകയാണ്. പെൺകുട്ടികൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ നമുക്ക് നേർചിത്രമായിട്ട് കാണാൻ സാധിക്കും.